റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കൊല്ലം കടക്കലിൽ സ്വാശ്രയ സംഘത്തിൽ നിക്ഷേപിച്ച പണം തിരികെ നൽകിയില്ലെന്ന് പരാതി. സന്മാർഗദായിനി സ്വാശ്രയ സംഘത്തിൽ നിക്ഷേപിച്ചവർക്കാണ് പണം തിരികെ ലഭിക്കാത്തത്. 5 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ച നിരവധി പേർ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സംഘത്തിൽ 5 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് നടന്നെന്നാണ് ആരോപണം. ഇപ്പം ഒരുപാട് അവധികൾ പറഞ്ഞ് ഇന്ന് എന്തായാലും 1 ലക്ഷം രൂപ തരും, ഇന്ന് വന്നാൽ മതിയെന്ന് പറഞ്ഞ്. ഇപ്പം കഴിഞ്ഞ 10 ദിവസം മുമ്പ് അങ്ങനെ പറഞ്ഞ്, പിന്നെ ഇപ്പോൾ ഫോൺ എടുക്കുകയില്ല, പൈസ തരുന്നതുമില്ല. എന്നാൽ പൈസ മേടിക്കാനായിട്ട് അവിടെ ചെന്നപ്പോൾ അവിടെ തുറന്നിട്ടുമില്ല. ഇങ്ങനെ ഒരു ചതി ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പം ഞങ്ങൾ റിട്ടയർ ചെയ്ത് വരുമ്പോൾ പിന്നെ നമ്മളെ നാട്ടിലെ ഒരു സ്ഥാപനം നന്നാവുന്നെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവർക്ക് നിന്ന് പറ്റാൻ വേണ്ടി ഒരു പ്രോത്സാഹനം ചെയ്തു കൊടുത്തു. അപ്പോൾ കിട്ടിയ പെൻഷൻ തുക ഇങ്ങോട്ട് കൊണ്ട് ഇവരെ വിശ്വസിച്ചു. ഇവർ വലിയ പലിശ ഞങ്ങൾ മുൻകണ്ടിട്ടതല്ല. ഇവരെ സ്ഥാപനം എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു പറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ പൈസ ഞങ്ങളിവിടെ ഇട്ടത്. 9% പലിശയേ ഉള്ളൂ. ഒരുപാട് പേർക്കുണ്ടെന്നാണ് അറിയുന്നത്, ഒരുപാട് പേർക്ക്. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് ദിലീപ് ദേവസ്യ. സന്മാർഗദായിനി എന്ന പേര് മാത്രമേ ഉള്ളൂ അല്ലേ? പൈസ കൊടുത്തവരെയൊക്കെ പറ്റിച്ചിട്ട് ഇവർ മുങ്ങിയോ? അവരവിടെ ഉണ്ടോ? നമുക്ക് അവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞോ? സുജിയ, സന്മാർഗമല്ല, ഇതൊരു വേറെ മാർഗമാണ്. അതായത് തട്ടിപ്പിൻ്റെ മറ്റൊരു വശം കൂടിയാണ്. CPI പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ സന്മാർഗദായിനി സ്വാശ്രയ സംഘത്തിലാണ് നിരവധി പേർ ഇങ്ങനെ പണം നിക്ഷേപിക്കുകയും അതിൻ്റെ കാലാവധി 1 വർഷം കാലാവധി കഴിയുമ്പോൾ അതിന് പലിശയടക്കം നൽകാമെന്നുള്ള വാഗ്ദാനത്തിൽ നിരവധി പേർ ഇങ്ങനെ പണം നിക്ഷേപിക്കുകയും ചെയ്തു. അങ്ങനെ 5 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെ നൽകിയ നിരവധി ആളുകളുണ്ട്. ഇപ്പോൾ പരാതി പറഞ്ഞ ഉമ്മ സർക്കാർ ജീവനക്കാരിയായിരുന്നു. അവർ ജോലി റിട്ടയർഡായ ശേഷം അതിൽ നിന്ന് വിരമിച്ച് കിട്ടിയ പണമാണ് ഈ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത്, അത് സംഘത്തിൽ നിക്ഷേപിച്ചത്. പിന്നീട് പല തവണ ഈ പണം ചോദിച്ചപ്പോൾ പലിശ വേണ്ട, ഞങ്ങൾക്ക് നിക്ഷേപിച്ച പണം മതി എന്ന് പറഞ്ഞിട്ട് പോലും അത് നൽകാൻ തയ്യാറായില്ല. കഴിഞ്ഞ 1 മാസമായി ഇവർ ഈ പണത്തിന് പുറകെ നടക്കുന്നു. ഇവർ മാത്രമല്ല, നിരവധി പേർ ഇങ്ങനെ പണത്തിന് പുറകെ നടക്കുന്നുണ്ട്. 40 ലക്ഷം രൂപ നൽകിയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഒരാളിപ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനടക്കം പരാതി നൽകുകയും ചെയ്തു. കൂടാതെ ഇന്നലെ ഈ പണം നഷ്ടപ്പെട്ടവരെല്ലാം ഇപ്പോൾ കടക്കൽ പോലീസിലും പരാതി നൽകിയിരിക്കുകയാണ്. ഈ പണമായി ഈ സ്വാശ്രയ സംഘവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ അവർ അധികാരികളുമായി ബന്ധപ്പെട്ടപ്പോൾ പറയുന്നത് ഇത് സ്വാശ്രയ സംഘമാണ്, ഒരു കാലാവധി വരെ പണം ഇതിൽ നിക്ഷേപിക്കേണ്ടതുണ്ട്, അത് ഉടൻ തന്നെ നൽകുമെന്നാണ് പറയുന്നത്. പക്ഷേ കാലാവധി പൂർത്തീകരിച്ചിട്ടും ഇതിൻ്റെ സമയം കഴിഞ്ഞിട്ടും ഇതുവരെയും ഇവർക്ക് പണം നിക്ഷേപിച്ചവർക്ക് പണമോ അതിൻ്റെ പലിശയോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ പലിശ വേണ്ട, നിക്ഷേപിച്ച പണം മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്വാശ്രയ സംഘത്തിൻ്റെ പടി കയറി ഇറങ്ങുകയാണ് നിരവധി പേർ. ഇപ്പോൾ എന്തായാലും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പാർട്ടി അടക്കം ഇപ്പോൾ ഇത് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. സുജയ. ഓക്കെ, ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. കെട്ടകാലത്ത് സഹായിച്ചവരെയാണ് ഇപ്പോൾ കൈയൊഴിഞ്ഞ് അവരുടെ കാശുമായി പോയിരിക്കുന്നത്. ഇവർ തിരിച്ചു കൊടുക്കുമോ അതോ നിയമ നടപടികളിലേക്ക് കടക്കേണ്ടി വരുമോ എന്നത് അറിയണം.